ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ഉദ്ഘാടന ചടങ്ങ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇടവേളയ്ക്ക് തൊട്ടു മുൻപ് പ്രേക്ഷകർ കണ്ടത്. വിശിഷ്ടാതിഥികളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുണ്ട്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, PA മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, വീണ ജോർജ് എന്നിവരെല്ലാം എത്തിയിട്ടുണ്ട്. വിശിഷ്ടാതിഥികളൊപ്പം തന്നെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞ് ആളുകൾ. ഓണാവധിയാണ്, സ്കൂളുകളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് പത്തനംതിട്ട ജില്ലയിൽ ഈ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ഭാഗമായി ഒരു ദിവസം കൂടി അധികം അവധി ലഭിച്ചു. മാത്രമല്ല ജലമേളയുടെ ഒരു ആവേശം കണ്ടറിയാൻ വേണ്ടി തന്നെ ധാരാളം കാണികളും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നൽകാൻ ഉമേഷും നിഷയും തുടരുന്നുണ്ട്. നിഷയിലേക്ക് പോവുകയാണ്. നിഷ, എന്തായാലും ഉദ്ഘാടന ചടങ്ങ് തുടക്കം ഇനി കുറച്ച് സമയത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂവല്ലോ അല്ലേ? രണ്ട് പള്ളിയോടങ്ങൾ അണിനിരക്കുന്ന ജലഘോഷയാത്ര കാഴ്ചക്കാർക്ക് തന്നെ വളരെയധികം കൗതുകമാണ്. പമ്പയുടെ ഇരുകരകളിലും നിരവധി കാണികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല വളരെ മുൻകരുതലുകളും സുരക്ഷയും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അപകട സാധ്യതകളൊക്കെ മുൻനിർത്തി അത് തടയുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ അടക്കം ഇവിടെ അപകടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മത്സര വള്ളംകളി ആരംഭിക്കുന്നത്. 4 ഹീറ്റ്സുകളിലായി നടക്കുന്ന മത്സരങ്ങൾ. ഓരോ ഹീറ്റ്സിലും ഒന്നാമതെത്തുന്ന കുറഞ്ഞ സമയം കൊണ്ട് ഒന്നാമതെത്തുന്ന വള്ളമായിരിക്കും ഫൈനലിൽ മത്സരിക്കുന്നത്. സെമി ഫൈനൽ മത്സരം ഉണ്ടാകില്ല. ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഓരോ ഹീറ്റ്സിലും ഒന്നാമതായി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്ന വള്ളങ്ങളാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കാത്തിരുന്ന് ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ അവധി ആയതുകൊണ്ട് തന്നെ അവധിയാണ്, നല്ലൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെ ഈ പമ്പയാറിന്റെ ഇരുകരകളിൽ വള്ളംകളി കാണാനായി എത്തിയിട്ടുണ്ട്. ഐതിഹ്യ പെരുമയോടെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അല്പസമയത്തിനകം പമ്പയാറ്റിൽ ആരംഭിക്കും. ലക്ഷ്മി, ഈ ഇത്തവണ പുറമേ നിന്നുള്ള തുഴച്ചിൽക്കാർക്ക് കർശന നിരോധനമുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ നിഷ. നിഷ, കേൾക്കാമോ? വിവരങ്ങൾ നൽകാൻ ഉമേഷ് കൂടി തുടരുന്നുണ്ട്. ഉമേഷ്, എന്തായാലും ഈ പള്ളിയോടങ്ങളൊക്കെ നിരനിരയായി കടവിലേക്ക് അടുക്കുകയാണ്. ആദ്യം ജലഘോഷയാത്ര, ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണല്ലോ. അതിനുശേഷം ഉടൻ തന്നെ ഈ ജലഘോഷയാത്ര ആരംഭിക്കുന്നതിന് ശേഷം ജലരാജാക്കന്മാരെ കണ്ടറിയാനുള്ള മത്സരങ്ങൾ ആരംഭിക്കും. കുറ്റമറ്റ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഫിനിഷ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെയാണ്. ഈ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ കുറച്ച് പുതുമകളോടെ നടക്കുന്ന ഈ മത്സര വള്ളംകളി. മാത്രമല്ല പുറമേ നിന്നുള്ള തുഴച്ചിൽക്കാർക്കും ഇത്തവണ നിരോധനമുണ്ട് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ കുറച്ച് അധികം പ്രത്യേകതകളുണ്ടല്ലോ ഇത്തവണ അല്ലേ? തീർച്ചയായും ലക്ഷ്മി, ആറന്മുളയെ സംബന്ധിച്ച് ഈ പുറത്തുനിന്ന് ആറന്മുളയ്ക്ക് പുറത്തുനിന്ന് ആറന്മുള 52 പള്ളിയോട കരകളിൽ നിന്ന് പുറത്തുനിന്ന് എത്തുന്ന ആളുകൾ പള്ളിയോടത്തിൽ കയറി പള്ളിയോടത്തെ മത്സരവള്ളങ്ങളിൽ നിന്നുൾപ്പെടെ പുറത്താക്കുന്ന, അയോഗ്യരാക്കുന്ന, അത് ഈ ഒരു വർഷം മാത്രമല്ല വരുന്ന 2 വർഷത്തേക്ക് അത്തരം അയോഗ്യത നിലനിൽക്കുന്ന തരത്തിലേക്കുള്ളതാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ആ ഒരു നിയമവലികളൊക്കെ ഉള്ളത്. അതായത് ആറന്മുളയുടേതായ ശൈലിയും ആ രീതിയും ഒക്കെ അത് സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം ചില മാനദണ്ഡങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് മുൻ വർഷങ്ങളിലും അത്തരത്തിലുണ്ടായിരുന്നു. അത് ലംഘിച്ച ചില പള്ളിയോടങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ജലഘോഷയാത്രയിൽ ഏതാണ്ട് 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ 20 വർഷങ്ങൾക്ക് ശേഷമാണ് 52 പള്ളിയോടങ്ങളും പങ്കെടുക്കുന്ന ഒരു ജലമേളയിലേക്ക് എത്തി. എന്നാൽ ഇന്നലെ ചെങ്ങന്നൂരിൽ ഒരു ചെറിയ ജലമേളയ്ക്ക് ഇടയിൽ ഒരു ചെറിയ അപകടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ അപകടവുമായി ബന്ധപ്പെട്ട ഒരു മരണമുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പള്ളിയോടം ഇന്ന് ആറന്മുളയിലേക്ക് എത്തിയിട്ടില്ല. ശേഷിക്കുന്ന 51 പള്ളിയോടങ്ങൾ ഇത്തവണത്തെ ജലമേളയുടെ ഭാഗമാകും.
ഭാഗമാകും, ജലഘോഷയാത്രയുടെ ഭാഗമാകും. എന്നാൽ ഇന്നത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആറന്മുളയുടേതായ ശൈലിയും അത്തരം പരമ്പരാഗത രീതിയും ഒക്കെ ലംഘിച്ചതിന് കഴിഞ്ഞ തവണ മത്സരരംഗത്തുണ്ടായിരുന്ന 2 പള്ളിയോടങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വള്ളങ്ങൾ ജലഘോഷയാത്രയുടെ ഭാഗമാവുമെങ്കിലും മത്സര വള്ളംകളിക്ക് അങ്ങനെ പങ്കെടുക്കില്ല. അങ്ങനെ 49 പള്ളിയോടങ്ങൾ മാത്രമാണ് ഇത്തവണ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുക. അത്തരത്തിൽ ചില പ്രത്യേകത കൂടിയുണ്ട്. അതാണ് ലക്ഷ്യം സൂചിപ്പിച്ച പോലെ ആറന്മുളയ്ക്ക് അതിൻ്റെതായ ശൈലിയുണ്ട്, അതിൻ്റെതായ രീതിയുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം മത്സര വള്ളംകളിയിലാണെങ്കിലും ജലഘോഷയാത്രയാണെങ്കിലും ഒക്കെ പങ്കെടുക്കാൻ. ആറന്മുളയെ സംബന്ധിച്ച് ഈ ജലഘോഷയാത്രയ്ക്ക് പള്ളിയോടങ്ങൾ അങ്ങനെ അണിനിരന്ന് നിൽക്കുന്ന കാഴ്ചയ്ക്ക് തന്നെയാണ് ഏറെ പ്രാധാന്യം. അതൊന്ന് കാണുവാനായി അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായാണ് ആളുകൾ അങ്ങനെ ഒഴുകിയെത്തുന്നത്. മാത്രമല്ല ആറന്മുളയെ സംബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന 52 പള്ളിയോടക്കരകൾ എന്ന് പറയുന്ന 52 ഗ്രാമങ്ങളാണ്, 52 മേഖലകളാണ്. ഈ 52 മേഖലകളിലെയും ആളുകളുടെ എല്ലാ ആഘോഷങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ പള്ളിയോടവുമായി ഒക്കെ ബന്ധപ്പെട്ടാണ്. അവരുടെ ഓണവും പൂരവും അങ്ങനെ ആഘോഷവും എല്ലാം ആ കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഈ ഉത്രട്ടാതിയാണ്. അതുകൊണ്ട് ആ ആവേശമാണ് ഈ നയമ്പായി നമുക്ക് കാണാം. ഈ പമ്പാ നദിയുടെ നെട്ടയത്തിലൂടെ ഈ സത്രക്കടവിന് മുമ്പിലൂടെയൊക്കെ ഇങ്ങനെ പാടിത്തുഴഞ്ഞ പള്ളിയോടങ്ങൾ കടന്നു പോകുന്നത് അവർ എത്രത്തോളം ആവേശത്തിലാണ്. നമുക്കറിയാം, വലിയ വെയിലാണ്, വെയിൽ സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വെയിലാണ് നമുക്ക് പുറത്ത് അനുഭവപ്പെടുന്നത്. ആ വെയിലൊന്നും ഈ പള്ളിയോടത്തിലെത്തുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഇതിൻ്റെ ഒരു ഭക്തിയുടെ ഘടകം കൂടി ഉണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യം. നമുക്ക് മറ്റ് ജലമേളകളിലൊക്കെ അത് ആവേശവും മത്സരവും മാത്രമാണെങ്കിൽ ഇവിടെ ഭക്തി കൂടി ചാലിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭഗവാനായുള്ള സമർപ്പണമാണ്. പള്ളിയോടം എന്നാൽ ഭഗവാന്റെ ഓടം എന്ന സങ്കല്പമാണുള്ളത്. എല്ലാം ആറന്മുളയപ്പന്റെ മുൻപിൽ സമർപ്പിക്കാനായി എത്തുന്നു. ഈ പള്ളിയോടത്തിൽ മത്സരത്തിൽ പങ്കെടുത്തെങ്കിൽ പോലും ഇവിടെ ഒന്ന് വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന പള്ളിയോട കരകളുണ്ട്. അങ്ങനെ എല്ലാം അങ്ങനെ ഭഗവാനുമായി ചേർത്ത് വെച്ചുകൊണ്ട്, ഭക്തിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ വെയിലോ പ്രതിസന്ധികളൊന്നും അവർക്കൊരു പ്രശ്നമല്ല. കാരണം വേഷവിധാനം നമുക്കറിയാം, ഉടുപ്പിടില്ല, മുണ്ടും തോർത്തും മാത്രമാണ് വേഷം. ആ തോർത്തും തലയിൽ കെട്ടുകയാണ്. അപ്പോൾ ദേഹത്ത് വലിയ വെയിലേൽക്കുന്നുണ്ട്, ശക്തമായ വെയിലുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല ആറന്മുളയെ സംബന്ധിച്ച്. ഇതാണ് ഇവിടുത്തെ രീതി, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത, ഇതാണ് ആറന്മുളയെ മറ്റ് ജലമേളകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. ആറന്മുളയിലെ പള്ളിയോടങ്ങളും ആറന്മുള ജലമേളയും ആറന്മുള വള്ളസദ്യയും ഒക്കെ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ ഒരു സാംസ്കാരിക തനിമയെ അടയാളപ്പെടുത്തുന്ന പ്രത്യേകതയും ഇതൊക്കെ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും പള്ളിയോടങ്ങളെല്ലാം അണിനിരന്ന് കഴിഞ്ഞു. ഏബാച്ച് പള്ളിയോടങ്ങൾ സത്രക്കടവിന് താഴെയായും ബീബാച്ച് പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലും അങ്ങനെ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. അതിനുശേഷം പള്ളിയോടങ്ങളുടെ നയമനോഹരമായ കാഴ്ചയ്ക്ക് ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി 52 കരകളും കേരളവും ഒക്കെ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ ഉത്രട്ടാതി കഴിഞ്ഞാൽ പിന്നീട് ഈ പള്ളിയോടക്കരകളൊക്കെ കാത്തിരിക്കുന്ന അടുത്തൊരു ഉത്രട്ടാതിക്ക് വേണ്ടിയിട്ടാണ്, അടുത്ത ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ പള്ളിയോടങ്ങൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക. ഇന്ന് ഇത്തവണത്തെ ജലമേളയ്ക്ക് പ്രത്യേകതയുള്ള 3 പുതിയ പള്ളിയോടങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന പള്ളിയോടങ്ങൾ കാലപ്പഴക്കം കാരണം മത്സരത്തിനോ മറ്റ് ജലമേളയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ജീർണിച്ചതോടുകൂടി പുതിയ 3 പള്ളിയോടങ്ങൾ കൂടി ഇത്തവണ ഈ ജലമേളയുടെ ഭാഗമായി മാറുന്നുണ്ട് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ളത്. ആ പള്ളിയോടങ്ങളും ജലമേളയ്ക്കായി അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ കാത്തിരിപ്പ്, അവരുടെ പരിശീലനം ഒക്കെ, തയ്യാറെടുപ്പുകളൊക്കെ അതിന്റെ പാരമ്യതയിലേക്ക് എത്തുന്നു. പള്ളിയോടങ്ങൾ ഓരോന്നായി ഇപ്പോൾ ക്ഷേത്രത്തിന് താഴെയുള്ള സത്രക്കടവിന് താഴെയായി അണിനിരക്കുകയാണ്. അങ്ങ് മുകളിൽ ബീബാച്ച് പള്ളിയോടങ്ങളും തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് 1300 മീറ്റർ മുകളിലായി ഉള്ള പരപ്പുഴ കടവിൽ നിന്നാണ് മത്സര വള്ളംകളി ആരംഭിക്കുക. ആദ്യം ഏബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരം, പിന്നീട് ബീബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരം. അങ്ങനെയാണ് അതിന്റെ ഒരു മത്സര ക്രമീകരണം. ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന 4 പള്ളിയോടങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുക എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് ഹീറ്റ്സിൽ 8 ഹീറ്റ്സോളം ഉണ്ട്. 8 ഹീറ്റ്സിലായി എത്തുന്ന 8 വള്ളങ്ങളെയല്ല തിരഞ്ഞെടുക്കുക, ഓരോ ഹീറ്റ്സിലും ഒന്നാമതായി എത്തുന്ന പള്ളിയോടങ്ങളെയല്ല തിരഞ്ഞെടുക്കുക, മറിച്ച് ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ എത്തുന്ന പള്ളിയോടങ്ങൾ ഏതൊക്കെയാണോ ആ 4 പള്ളിയോടങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുക. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണത്തെ ആറന്മുള ജലമേളയ്ക്കുണ്ട്. എന്നാൽ അതൊക്കെ ഒരു ഭാഗമായി നിൽക്കുമ്പോഴും ഇവിടെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്നത് ഈ ജലഘോഷയാത്ര തന്നെയാണ്. ഈ ജലഘോഷയാത്രയുടെ ഭാഗമാകാൻ പള്ളിയോടങ്ങൾ എത്തുന്നു എന്നതിനാണ് ഏറെ പ്രത്യേകത. ജലഘോഷയാത്ര തന്നെയാണ് ആറന്മുളയുടെ ശൈലി, ആറന്മുളയുടെ രീതിയൊക്കെ ആളുകൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു നൽകുന്നത്. ആ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ ജലഘോഷയാത്ര ആരംഭിക്കാൻ. പുരോഗമിക്കുകയാണ്. 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ജലഘോഷയാത്രയാണ് ആദ്യം നടക്കുക. തുടർന്നാണ് മത്സര വള്ളംകളി. ഒരു ജനതയുടെ ജീവനാടിയായ ഉമേഷ് പറഞ്ഞ പോലെ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ആദ്യം ജലഘോഷയാത്ര, പിന്നീട് മത്സര വള്ളംകളി ആരംഭിക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ.